സ്വാഗതം. ഇന്നൊരു ചലഞ്ചാണ്. ചോറ് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അടിപൊളി 1-2 കറികൾ എങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ ചോറ് അടുപ്പത്തേക്ക് വെച്ച ശേഷം ഞാൻ പ്രോൺസ് ഒക്കെ വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവന്നതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പാകത്തിനുള്ള ഉപ്പ്. ഇതൊക്കെ നിങ്ങൾ എടുക്കുന്ന പ്രോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ, മസാലയുടെ ഏറ്റക്കുറച്ചിൽ. പിന്നെ 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടി ഇട്ട ശേഷം എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ഇപ്പൊ എന്നെ സംബന്ധിച്ചെടുത്താൽ അരമണിക്കൂറൊന്നും വേണ്ട. ഇപ്പം കുറച്ച് കുക്കൊക്കെ ചെയ്യാൻ താമസമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ മസാല പൊട്ടിയത് ഒരു ടിഫിനിലാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാണ് കേട്ടോ. ഞാൻ മത്തി ഒരു 6-7 മത്തി വൃത്തിയാക്കിയിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഇതിലേക്ക് വെള്ളം ചേർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ മത്തി വൃത്തിയാക്കിയുള്ള ആ ഒരു ഈർപ്പത്തിൽ തന്നെ ഇതുപോലെ മസാല പുരട്ടി എടുക്കാൻ പറ്റും. അപ്പൊ ഇത് ഫ്രൈ ചെയ്യല്ല നമ്മൾ ചെയ്യണത്, ഒരു സ്പെഷ്യൽ ആയിട്ടൊരു കാര്യമാണ് ചെയ്യണത്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അതും ഇതുപോലെ ഒരു ടിഫിനിലാക്കി അടച്ച് ഒന്ന് മാറ്റി വെക്കാണ്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ ടിഫിനിൽ അടച്ചു വെക്കുമ്പോഴേക്ക് പിന്നെ നമുക്കത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാനും പറ്റും. എടുക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് കുക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഒരു സ്പെഷ്യൽ കറിക്ക് വേണ്ടി 2 ടേബിൾ സ്പൂൺ കുരുമുളക് കേട്ടോ. കുരുമുളക് മുഴുവനുള്ള കുരുമുളകും എടുക്കണം. ഒരു അത്യാവശ്യം വലിപ്പത്തിലുള്ള 1 തക്കാളി. തക്കാളിയുടെ അളവ് കൂടണ്ട കേട്ടോ, കൂടിക്കഴിഞ്ഞാൽ അത്ര ശരിയാവത്തില്ല. അപ്പം ഇതും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ്. ഇത് മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് അങ്ങ് മഷി പോലെ അരയണ്ട, ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതിയാകും. അപ്പൊ ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ ഇട്ട് പൊട്ടിച്ചു കൊടുക്കാണ്. ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അരിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മൾ ഇത് വെക്കുമ്പം പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിക്കേണ്ട, ഇതുപോലെ ചതച്ച് തന്നെ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ച ശേഷം ഒരു 8-10 ചെറിയ ചുവന്നുള്ളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാണ്. അപ്പം ഇതിന് പകരം നിങ്ങൾ സവാള എടുക്കണ്ട, കൊച്ചുള്ളി വെച്ച് തന്നെ ചെയ്താൽ മതി, എങ്കിലാണ് ടേസ്റ്റ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് കീറി കൂടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇതിപ്പോ നല്ല ഒരു ഗോൾഡൻ കളറിൽ മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കത്തില്ല കേട്ടോ. ഇളക്കിയ ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ അരച്ച പേസ്റ്റിന്റെ ആ ഒരു പച്ച ചുവയൊന്ന് മാറത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. നല്ല കിഡിലൻ കറിയാണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും. മത്തിയൊക്കെ മിക്കവാറും എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമാണല്ലോ. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കണം. അപ്പൊ ഇളക്കിയെടുത്ത ശേഷം ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ്, അതായത് ചെറിയ നെല്ലിക്ക വലിപ്പത്തിലെ പുളി 1/4 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞതാണ്. അത് ഒഴിച്ച ശേഷം വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പൊ പുളിയുടെ അളവും കൂടെ ഒന്നും വേണ്ട, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളം എടുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വെള്ളം ഒഴിക്കുമ്പം ഒരുപാട് അങ്ങ് കൂട്ടിയെടുക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഒരു 5-6 മീൻ മാത്രമേ ഉള്ളൂ, മത്തിയാണേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം മുങ്ങിക്കിടക്കണേ മീൻ. ഇതാണ് അതിന്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പൊ ഇതൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് മാറ്റിയിട്ട് ഞാനൊന്ന് ചുറ്റിച്ചു കൊടുക്കാണ്. മീനൊന്നും ഓവറായിട്ട് കുക്കാവാൻ പാടില്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അതിന്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ. വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് 3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അടപ്പ് മാറ്റുമ്പോഴേക്ക് കണ്ട കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തത്, അല്ലാതെ ഫ്ലെയിം വളരെ കുറച്ചിട്ടിട്ട് വേവിച്ചൊന്നും എടുത്തതൊന്നുമല്ല. അപ്പൊ കറക്റ്റ് പരുവമാണ്. അപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോരുകറി തയ്യാറാക്കാം. അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, 2 പച്ചമുളക്,
ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ അത് വല്ലാതെ അങ്ങ് ലൂസായി പോകും. ഈ ഒരു പരുവത്തിൽ വേണം അടിച്ചെടുക്കാനുള്ളത്. അപ്പൊ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ പച്ചമുളകൊന്നും അരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു പരുവത്തിൽ കിടന്നാലും മതി, ക്രഷായി കിടന്നാൽ മതി. താളിക്കാൻ വേണ്ടി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ നമുക്ക് വറ്റൽമുളക് 2 or 3 ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കറിവേപ്പില. ഇത്ര ഇട്ട ശേഷം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിത് മോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു മോര് കറിയാണ്. അപ്പൊ ഇതിരിക്കുന്നതോറാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. കണ്ടോ, എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പൊ അത് റെഡിയായ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മളുടെ മീൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കണം. വാഴയില ഞാനൊന്ന് വാട്ടിയെടുത്തതാണ്, കീറിപ്പോയിരിക്കാനാണ് ഒന്ന് വാട്ടിയെടുത്തത്. വാഴയിലേക്ക് നമുക്ക് ഈ മീനെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിന്റെ മീതെ ഇട്ട് കൊടുക്കും. ഒട്ടും എണ്ണ ഒഴിക്കുക ഒന്നും ചെയ്യത്തില്ല. ഇനി നമുക്ക് വാഴയില പൊതിഞ്ഞൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പൊ നമ്മളെ മനസ്സില് ഒരു കണക്കുകൂട്ടലില് നമ്മൾ ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജോലി ചെയ്തു തീർക്കാൻ സാധിക്കും. എല്ലാം കൂടി നമ്മൾ ഇങ്ങനെ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് ഒരു വഴിക്കാക്കാതെ ചിട്ടപ്പെടുത്തി ജോലി ചെയ്യുക. അതാണ് അതിന്റെ ഒരു ഗുഡൻസ് എന്ന് പറഞ്ഞത്. എന്നിട്ട് പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ ഇലയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇതിപ്പോ മീനിലേക്ക് ഡയറക്റ്റ് അല്ല വന്നിരിക്കുന്നത്, കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് അത് ആ ഇല ഇതുപോലെ വെച്ചു കൊടുക്കണം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പൊ ഈ സമയം കൊണ്ട് ഞാൻ നമ്മളുടെ പ്രോൺസ് ഒന്ന് പൊരിച്ചെടുക്കണമല്ലോ. അപ്പൊ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. പാനിലേക്ക് ഒഴിച്ചിട്ട് നമ്മളുടെ ഈ പ്രോൺസ് മസാല പൊട്ടിയത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ഇതുപോലെ അതിന് പാകത്തിനുള്ള പാത്രത്തിൽ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ. ഒന്നിന് മീതെ ഒന്നായിട്ട് ഇടാതെ ഇതുപോലെ നിരന്ന് കിടത്ത രീതിയിൽ റെഡിയാക്കിയാൽ മതി. അപ്പൊ ഇതിനിടയിൽ ഞാൻ നമ്മളുടെ വാഴയിലയുടെ ആ കൂട്ടിന്റെ അടപ്പ് തുറന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഇത് ആവിയിലാണ് വെന്ത് വരുന്നത്. വാഴയിലയിലും കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ പ്രോൺസ് ഞാൻ ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ കറക്റ്റ് പരുവായിരുന്നു, ഓവറായിട്ടൊന്നും ഇല്ല. മസാലയൊക്കെ കറക്റ്റ് പിടിച്ചു വന്നിട്ടുണ്ട്. അടിപൊളി നമ്മളുടെ പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡിയാണ്. അപ്പൊ ആരോഗ്യമൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ വാഴയിലയിൽ ഈ കാണിച്ചില്ലേ, ഇതുപോലെയുള്ള മീനും പെരട്ടിയിട്ട് ഇതുപോലെ നമ്മൾ വെച്ചിട്ട് റെഡിയാക്കി എടുത്താല് ഇപ്പൊ ഒട്ടും ഓയിൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ആവിയിൽ ഫ്രൈ ചെയ്തെടുത്തതുപോലെ ഇരിക്കും കേട്ടോ അത് കണ്ടാൽ. അപ്പൊ ഇതിനിടയിൽ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചു വെച്ചത് ഒന്ന് പരത്തി ചുടയാണ്. ഇവിടെ ഇപ്പൊ ഇവർക്ക് ചപ്പാത്തിയൊക്കെയാണ് വേണ്ടത്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നമ്മൾ എപ്പോഴും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ടൈം വെച്ചിട്ട് നിങ്ങളൊന്ന് ഇതുപോലെയുള്ള വിഭവങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് തരണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ നല്ല ഒരു കിഡിലൻ വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിലെ പകുതി പേരും അത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ പിൻഡ് കമന്റ് ആയിട്ട് ഇടാം, ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ വാഴയില ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, ഇതിനുള്ളിൽ എങ്ങനെയാണെന്നുള്ളത്. നമ്മള് ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ തന്നെ കിഡിലൻ ഒരു ഫ്രൈ കഴിക്കണം എന്ന് കൊതിയുള്ളവർക്ക്, ഇപ്പം ഹെൽത്തിനൊക്കെ ഇഷ്യൂ ഉള്ളവര് എണ്ണ ഉപയോഗിക്കണ്ട എന്ന് പറയുന്നവർക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ചെറിയ മത്തി കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതൊന്നും വലിയ ചെലവുള്ള കാര്യമൊന്നുമല്ല. ഇന്നിപ്പോ ഞാൻ ഉണ്ടാക്കിയ കറികള് ഇപ്പൊ പ്രോൺസ് ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് മിക്കവാറും വേറെ വീട്ടിൽ മത്തിയൊക്കെ വാങ്ങുന്നവരായിരിക്കും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പ്രോൺസിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഒന്നും പറയാനില്ല. അപ്പൊ എനിക്ക് കിട്ടിയപ്പം എടുത്തുണ്ടാക്കിയെന്നേ ഉള്ളൂ. ഈ ഒരു കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മളുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറന്നു വരുത്. എങ്കിലേ വീഡിയോസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗോ ഇട്ടൊക്കെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.